പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം നമുക്ക് ഒരു സംഖ്യ (256) എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ രണ്ട് വരകൾ ഇവിടെ വരയ്ക്കുന്നു, ഹരണരീതി പോലെ. അതിനുള്ളിലായി ഈ സംഖ്യ നമ്മളിവിടെ എഴുതണം. 256 എന്ന് എഴുതുന്നു. അതിൽ രണ്ട് ഗ്രൂപ്പുകളാക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ. അപ്പോൾ 2, 5, 6 എന്നുള്ള രീതിയിൽ 2 എന്നുള്ളത് ഒരു ഗ്രൂപ്പും 5, 6, 56 എന്നുള്ളത് മറ്റൊരു ഗ്രൂപ്പുമാക്കി എഴുതുന്നു. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാക്കി എഴുതിയതിന് ശേഷം ഈ 2ൽ താഴെ വരുന്ന പൂർണ്ണ വർഗ്ഗസംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കറിയാം 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9 എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ 1ൻ്റെ സ്ക്വയറായ 1 2ൽ താഴെ വരുന്ന പൂർണ്ണവർഗ്ഗം. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് 1. അപ്പോൾ 1 എങ്ങനെ കിട്ടുക? 1 എന്ന് മുകളിലും സൈഡിൽ 1 എന്നായിട്ട് എഴുതും. അപ്പോൾ ഒരു 1 എന്നുള്ള രീതിയിൽ നമുക്കവിടെ അത് എഴുതാൻ കഴിയും. സാധാരണ ഹരിക്കുന്ന പോലെ തന്നെ ഹരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1. അതിനുശേഷം അടുത്ത സംഖ്യ ആ ഗ്രൂപ്പ് അങ്ങനെ തന്നെ നമ്മൾ ഇറക്കി എഴുതുന്നു. 156 എന്നുള്ള രീതിയിലേക്ക് 56 കൂടെ ഇറക്കി എഴുതുന്നു. അതിനുശേഷം ചെയ്യേണ്ടത് മുകളിലുള്ള ഇവിടെ ഉള്ളത് 1 എന്നുള്ള സംഖ്യയാണ്. അതിൻ്റെ ഇരട്ടിയാണ് നമ്മളിതിൻ്റെ ഇടത് സൈഡിലായിട്ട് എഴുതേണ്ടത് 2. ഇനി ചെയ്യേണ്ട കാര്യം 156 എന്നുള്ള സംഖ്യയുടെ അറ്റത്തുള്ള സംഖ്യ 6 ആണ്. അപ്പോൾ ഗുണിച്ചാൽ 6 കിട്ടുന്ന, അതായത് സ്ക്വയർ വരുമ്പോൾ 6 കിട്ടുന്ന സംഖ്യ ഏതാണ്? അതായത് വർഗ്ഗം എടുക്കുമ്പോൾ 6 വരുന്നത്. അപ്പോൾ 6 വരുന്നത് 1, 4, 4, 16 ആണ്. അപ്പോൾ 4 നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ അതേ 4 കൊണ്ട് താഴെ എഴുതി ഗുണിക്കണം. അപ്പോൾ 4, 4, 16, ശിഷ്ടം 1, 2, 4, 8, 1, 9, 96 എന്ന് അവിടെ കിട്ടും. അപ്പോൾ നമുക്കവിടെ 4 എന്ന് എഴുതാൻ കഴിയില്ല. പിന്നെ 6 കിട്ടുന്ന സംഖ്യ ഏതാണ്? 6, 6, 36. നമുക്കവിടെ 6 എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് 26 എന്നായി കഴിഞ്ഞാൽ പിന്നെ 26നെ 6 കൊണ്ട് ഗുണിക്കുക എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ 6, 6, 36 എന്ന് വരും. അതുപോലെ തന്നെ 36 3 ബാക്കി വരുമ്പോൾ 2, 6, 12, 3, 15 എന്ന് വരും. അപ്പോൾ 15. അപ്പോൾ 156 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഗുണിച്ചാൽ കിട്ടും. അപ്പോൾ 26നെ 6 കൊണ്ട് ഗുണിച്ചാൽ 156 എന്ന് കിട്ടും. അപ്പോൾ ബാലൻസ് 0. അപ്പോൾ ഹരണം ഇവിടെ പൂർത്തിയായി. അപ്പോൾ നമുക്കിവിടെ ഈ ഗുണിച്ച് 26നെ 6 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 156 കിട്ടിയത്. അപ്പോൾ ഈ 6നെ നമുക്ക് എവിടെ എഴുതാം? മുകളിൽ എഴുതാം 6. അപ്പോൾ 256ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക നമ്മൾ ചെയ്യുന്ന രീതി. ഇതുപോലെ തന്നെ നമുക്ക് ഒരു സംഖ്യയും കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. റൂട്ട് 1296. ഈ ഒരു സംഖ്യയുടെ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് നോക്കാം. 1296ൻ്റെ ആ സംഖ്യയെ നമ്മളിവിടെ എഴുതുന്നു 1296. ഇതിനെ ഗ്രൂപ്പുകളാക്കണം. എങ്ങനെ? വലതു സൈഡിൽ നിന്ന് ഇടത്തോട്ട്. ഇവിടെ നമ്മൾ ഈ 256ന് 56 ഒരു ഗ്രൂപ്പും 2നെ ഒരു ഗ്രൂപ്പ് ആക്കി. അപ്പോൾ വലത് സൈഡിൽ നിന്നാണ് ഗ്രൂപ്പ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ആക്കുമ്പോൾ 12ഉം 96 എന്നുള്ള 2 ഇതിൽ വരും. അപ്പോൾ ഈ 12ൽ താഴെ വരുന്ന പൂർണ്ണവർഗ്ഗ സംഖ്യ ഏതാണ്? 2, 2, 4, 4, പിന്നെ 3, 9, അപ്പോൾ 9, 4, 4, 16. അപ്പോൾ 16 വരില്ല. അപ്പോൾ പിന്നെ ഏതാണ് വരിക? ഇവിടെ 9 വരും. 9 എങ്ങനെയാണ് കിട്ടുക? 3നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക. അപ്പോൾ 3, 9 എന്നുള്ള രൂപത്തിൽ അവിടെ വന്നു കഴിഞ്ഞാൽ 12 താഴെയുള്ള പൂർണ്ണവർഗ്ഗ സംഖ്യ നമുക്ക് അവിടെ എഴുതി കഴിഞ്ഞാൽ 9. അപ്പോൾ 12നെ 9 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 9ഉം 3ഉം 12. അപ്പോൾ 3 ബാക്കി വന്നു. ഇനി അടുത്ത ആ ഗ്രൂപ്പ് സംഖ്യ അങ്ങനെ തന്നെ ഇറക്കി എഴുതാൻ 96 എന്ന് വരും. ഇനി ഈ 3 മുകളിൽ കിട്ടിയിരിക്കുന്ന 3ൻ്റെ ഇരട്ടിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അത് 6 ആണ്.
ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റത്ത് 6 കിട്ടണമെങ്കിൽ ഒന്നുകിൽ 4-ന് 4 കൊണ്ട് 4 4 16 അല്ലെങ്കിൽ 6 6 36. അപ്പോൾ ഇവിടെ ആദ്യത്തെ 4 നമ്മളിവിടെ കൊടുത്തു നോക്കുന്നു. 4 അങ്ങനെയാണെങ്കിൽ 64 ആയി. അപ്പോൾ 64 4 കൊണ്ട് ഗുണിച്ചാൽ 4 4 16, പിന്നെ 4 4 16 ശിഷ്ടം 1, 6 4 24 1 25 ആവുകയുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് 4 എഴുതിയാൽ ശരിയാവില്ല. പിന്നെ വരുന്നത് ഏതാണ്? 6 ആണ്. അപ്പോൾ 66, 66നെ 6 കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ 6 6 36, പിന്നെ 3 ബാക്കി, 6 6 36 3 39 കറക്റ്റാണ്. അപ്പോൾ 396 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ 66നെ 6 കൊണ്ട് ഗുണിച്ചാലാണ് 396 കിട്ടുക. അപ്പോഴേ അത് ബാലൻസ് നമുക്ക് 0 ആയിട്ട് വരും. അപ്പോൾ അത് 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 6 നമുക്ക് എവിടെ എഴുതാം? മുകളിൽ എഴുതാം. അപ്പോൾ ഈ സംഖ്യ, അതായത് 1296 എന്ന് പറയുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം എത്രയാണ്? 36. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്.